നോമ്പ് ചിന്തകൾ 5-ാം വെള്ളി. വിശുദ്ധ മത്തായി സുവിശേഷം 20-ാം അധ്യായം 20 മുതൽ 28 വരെ തിരുവചനങ്ങൾ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ ലോകത്തിൻ്റെ വഴികളിൽ നിന്നും മാറി ദൈവരാജ്യത്തിൻ്റെ മഹത്വം സ്വീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത ഈശോ ഓർമ്മിപ്പിക്കുന്നു. ഈശോ വരാനിരിക്കുന്ന തൻ്റെ പീഡാസഹനത്തെയും കുരിശുമരണത്തെയും ഉത്ഥാനത്തെയും കുറിച്ച് പല പ്രാവശ്യം ഓർമ്മിപ്പിച്ചിട്ടും ശിഷ്യന്മാർക്ക് മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെ രഹസ്യം ഇനിയും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് സബദി പുത്രന്മാരുടെ അമ്മ തൻ്റെ പുത്രന്മാർക്കായി ഈശോയുടെ പക്കൽ പ്രമുഖ സ്ഥാനങ്ങൾ ചോദിക്കുന്നത്. അധികാരം, പണം, പദവി, പ്രശസ്തി ഇവയെല്ലാം ലോകമഹത്വമായി കണക്കാക്കുന്നു. എന്നാൽ ദൈവരാജ്യത്തിലെ മഹത്വം തികച്ചും വ്യത്യസ്തമാണ്. അത് വേദനയിലൂടെയും സഹനത്തിലൂടെയും ആത്മസമർപ്പണത്തിലൂടെയുമെല്ലാമാണ് നേടിയെടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഈശോ അവരോട് ചോദിക്കുന്നത്, എൻ്റെ വേദനകളുടെയും സഹനത്തിൻ്റെയുമെല്ലാം പാനപാത്രത്തിൽ നിങ്ങളും പങ്കുചേരുമോ എന്ന്. ഈശോ തുടർന്ന് അവരെ ഓർമ്മിപ്പിക്കുന്നത് ദൈവരാജ്യത്തിലെ മഹത്വം സേവനത്തിലും ആത്മദാനത്തിലുമെല്ലാമാണ് എന്നാണ്. ഈശോയെപ്പോലെ ദാസൻ്റെയും ശുശ്രൂഷകൻ്റെയും മാർഗം സ്വീകരിച്ച് യഥാർത്ഥ ക്രിസ്തു ശിഷ്യരായി നമുക്കും മാറാം. ഈശോയുടെ സഹനങ്ങളുടെയും ആത്മദാനത്തിൻ്റെയും ഓർമ്മയാചരിക്കുന്ന ഈ നോമ്പുകാലത്ത് നമുക്കും ഈശോയോടൊത്ത് സഹനങ്ങൾ ഏറ്റെടുക്കാനും ഹൃദയങ്ങളിൽ നിന്ന് അഹങ്കാരവും സ്വാർത്ഥതയുമെല്ലാം അകറ്റി അവിടുത്തെ മഹത്വത്തിൽ പങ്കുചേരാനും ശ്രദ്ധിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.